അയ്യോ, ഒരു നീണ്ട യാത്ര കഴിച്ച് തിരിച്ചെത്തിയിരിക്കുകയാണ് അതെ നമ്മുടെ എറണാകുളം സെക്കൻഡ് ഹോം അപ്പാർട്ട്മെന്റ്. അപ്പോൾ അനു പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അമ്മ വരുന്നറിയായിരുന്നു. അപ്പോൾ ഇന്ന് അമ്മ ഇന്ന് ഞാൻ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. ഞങ്ങൾ ഇപ്രാവശ്യം എന്താ പറയുക, കുറച്ച് നോർത്ത് കേരള ഭാഗത്തേക്ക് പോയിട്ട് തമിഴ്നാട് ബോർഡർ ആ സൈഡിലേക്കൊക്കെയാണ് പോയിരുന്നത്. കുറച്ച് ദൂരമായിരുന്നു. എന്താ പറയണ്ടേ, മണ്ണാർക്കാട് ആ സൈഡിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് തിരിച്ച് തൃശ്ശൂർ വഴി എറണാകുളത്ത് എത്തി. അപ്പോൾ എറണാകുളം പോയിന്റ് വന്നിട്ട് ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടി നാളെ തിരിച്ചു പോകും. അപ്പോൾ ഇവിടെ വരാനുണ്ടായ ഒരു പ്രധാന കാരണം, ഓക്കെ, അതുകൊണ്ട് കുറച്ച് ടയർഡാണ്, പക്ഷെ കുഴപ്പമില്ല. ഞാൻ ഇതെല്ലാം ഒക്കെ വെച്ചിട്ടേ ഒന്ന് ഫ്രഷായിട്ട് ഞാൻ തിരിച്ചു വരും. ഓക്കെ, തിരിച്ചു വരുന്ന എന്താണെന്നറിയോ, ഇവിടെ നമുക്കിന്നൊരു ഗസ്റ്റ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്, ഒരു മാസ്റ്റർ ഷെഫുണ്ട്, ഹോട്ടൽ റാവിസ് കൊല്ലം, പിന്നെ റാവിസ് ഗ്രൂപ്പ് ടോട്ടലായിട്ട് അതിൻ്റെ എല്ലാം മാസ്റ്റർ എന്താ പറയുക കോർപ്പറേറ്റ് ഷെഫാണ് ഷെഫ് സുരേഷ്. അപ്പോൾ പുള്ളിക്കാരൻ ഇന്ന് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കൊച്ചിയിൽ വരേണ്ട ഒരു ആവശ്യമുണ്ട്, അപ്പോൾ എന്നെ വിസിറ്റ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ വ്ളോഗിൽ പുള്ളി ഒരു ഗസ്റ്റായിട്ട് വന്നിട്ട് പുള്ളിയുടെ ഒരു സ്പെഷ്യാലിറ്റി ഡിഷൊക്കെ ചെയ്ത് കാണിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഞാൻ എന്തായാലും കൊച്ചിയിൽ നിന്ന് എത്തും, അപ്പോൾ ഞാനിവിടെ വരാം. അപ്പോൾ നമ്മളിവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അനുമോളും പരീക്ഷ കഴിഞ്ഞ് റെഡി ആക്കി. അനുവിൻ്റെ പരീക്ഷ കഴിഞ്ഞു, ഷീസ് ഫ്രീ നാവും. ക്രിസ്മസ് ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ കൊച്ചി അപ്പാർട്ട്മെൻറ്റിലെത്തി. അപ്പോൾ ഞാനൊന്ന് കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഓക്കെ. അപ്പോൾ ഷെഫ് വരാറാകുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ലേറ്റായി. ഇപ്പോൾ 6 മണി കഴിഞ്ഞു, 6:30 ആവാറായി. 7 മണിക്ക് ഷെഫ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ടൈമിങ് വെച്ചത്. എന്തായാലും ഞാനൊന്ന് കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരാം. ഓക്കെ, അപ്പോൾ അനു എന്തായാലും എൻ്റെ ഷെഫ് വരാണെങ്കിൽ ഒന്ന് തുറന്നു. ഓക്കെ, എന്തായാലും ഞാൻ ഡ്രസ്സ് ചെയ്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ കുഴപ്പമില്ല, പ്രത്യേകിച്ച് ഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അത് നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഭയങ്കര ടയർഡായിരുന്നു. അതായത് നമ്മൾ കുറേ സ്ഥലത്ത് പോയി. മാഞ്ചൂർ എന്ന് പറഞ്ഞ സ്ഥലം, മാഞ്ചൂർ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ നിന്ന് പിന്നെ എന്തായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര്, പിന്നെ ഒരു കിണ്ണക്കൊര എന്ന് പറഞ്ഞൊരു വില്ലേജ്, അവിടെ എല്ലാം പോയിട്ട് അനു നോക്കുമായിരുന്നു എൻ്റെ പിന്നെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ അല്ലേ ഡെയിലി 2-3 സ്ഥലം മാറി ഫോട്ടോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അമ്മ എവിടെയൊക്കെ പോകും വിളിച്ചിട്ട് ഔട്ട് ഓഫ് കവറേജ് ആയിരുന്നു കുറേ ദൂരം, അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായാലും അതൊരു വലിയ സന്തോഷമായി. അതാണ് ഒരു കാര്യം. ഓക്കെ, അപ്പോൾ എന്തായാലും ഷെഫിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. നമ്മളിങ്ങനെ വാചകമൊക്കെ അടിച്ചിരിക്കുക. ഞാൻ യാത്രാവിശേഷങ്ങളൊക്കെ അനുമായിട്ട് പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ LN വ്ളോഗ്സ് ഫാമിലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ നമ്മളുടെ. അപ്പോൾ അതിലിപ്പോൾ ഒരു 7700 അല്ലെ ഓൾമോസ്റ്റ് 8000 ആകാറായിട്ടുണ്ട് അതിൽ മെമ്പേഴ്സ്. അത് ഒരു വലിയൊരു മെമ്പർ ഗ്രൂപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആക്ടിവിറ്റീസിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു. നമ്മളിങ്ങനെ അനു ഒരു അഡ്മിനാണ്, പിന്നെ തുഷാര വേറൊരു അഡ്മിനാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ധാരാളം പോസ്റ്റുകൾ വരുന്നുണ്ട്, വീഡിയോസ് വരുന്നുണ്ട്. ടാലൻ്റ് ആയിട്ടുള്ളവരെല്ലാം പാട്ടൊക്കെ പാടി സന്തോഷത്തോടുകൂടി കുക്ക് ചെയ്യുന്ന കാണുന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്താ സന്തോഷം, നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ക്രിസ്മസ് വ്ളോഗ്സൊക്കെ നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു എന്ന് മനസ്സിലായി. അതെല്ലാം നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഭയങ്കര സന്തോഷം. അപ്പോൾ ഇനിയും ചേരാത്ത ആൾക്കാർ അതിനകത്ത് ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആവാത്തവർക്ക് വേണമെങ്കിൽ ആകാം എനി ടൈം. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഇപ്പോൾ ഞാനൊരു ലൈവ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഗ്രൂപ്പിലേക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളൊരു കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആയിരിക്കും അതിനകത്ത്. എന്തായാലും അതാണ് ഇപ്പോഴത്തെ പരിപാടി. ഇപ്പോൾ ഒരു ലൈവ് പറഞ്ഞിരിക്കുവാണ്, അപ്പോൾ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈവ് പോകാമെന്ന് വിചാരിച്ചു നമ്മളുടെ യൂട്യൂബ് ഫാമിലി ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ. ഷെഫെത്തി യെസ്. അപ്പോൾ കാത്തിരുന്ന അതിഥി എത്തിയിരിക്കുന്നു. ഓക്കെ, ഹലോ ഷെഫ്. നമസ്കാരമുണ്ട്. ഒരു സന്തോഷം. ഷെഫിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. തിരക്കായിരുന്നു അല്ലേ? തിരക്കായിരുന്നു. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് സീസൺ അല്ലേ, അതിന്റെ ഒരു തിരക്കും.
അയ്യോ ദൈവമേ, സന്തോഷം എന്തായാലും ഷെഫ് ഇങ്ങോട്ട് വന്നല്ലോ. അതെ, എനിക്കും ഭയങ്കര സന്തോഷമാണ് മേഡത്തിന്റെ. ഇപ്പം യൂട്യൂബിലെ ഒരു തരംഗമാണ് അല്ലേ. പണ്ട് ടി വിയിലാണെങ്കിൽ അതിൽ കൂടുതലാണ് ആൾക്കാർ. അപ്പൊ നമ്മളൊക്കെ ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാരൊക്കെ യൂട്യൂബിൽ മേഡത്തിന്റെ പഴയ റെസിപ്പികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരഞ്ഞെടുക്കും. അതിനകത്ത് ഭാഗമാകാൻ പറ്റുക എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം നമ്മളിപ്പോൾ ക്രിസ്മസ് ആണ്, അപ്പോൾ ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് ഇപ്പോൾ അനുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അനു ഷെഫിൻ്റെ ഒരു വലിയ ഫാനാണ്. അനു വിഷ്ണു കൂടെ വന്ന് അറിയാം. അവിടെ റാവിസിൽ വന്ന് കരിമീൻ നമ്മുടെ തേങ്ങാപ്പാലിൽ പൊള്ളിച്ചത്. കരിമീൻ വിത്ത് തേങ്ങാപ്പാൽ. അതിനെന്തായിരുന്നു ഷെഫിന്റെ പേര്? അത് പേൾ സ്പോട്ട് കിങ് ഗെയിൽ. ക്രിസ് ഗെയിൽ വന്നപ്പോൾ കൊടുത്തൊരു ഷെഫിന്റെ ഡിഷിന്റെ പേരൊക്കെ ഭയങ്കര പേരാണ്. ഓൾ ബിഗ് ബിഗ് ഷോട്ട്സ് ആണ് അല്ലേ, ക്രിക്കറ്റേഴ്സ്. ഇപ്പം ഈ അടുത്ത സമയത്ത് നമ്മുടെ ക്രിക്കറ്റ് ടീം കോവളത്ത് വന്നായിരുന്നു, ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിന്റെ 2020 മത്സരം. അപ്പൊ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റി. അതെല്ലാം എന്ത് ഇൻട്രസ്റ്റിംഗ് അല്ലേ. നല്ല ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ഷെഫ്? തീർച്ചയായിട്ടും. അതിപ്പോ നമ്മളൊരാൾക്ക് ഒരു ആഹാരം ഉണ്ടാക്കി ആഹാരം കൊടുത്ത് മാത്രമേ ഒരാളെ തൃപ്തിയാക്കാൻ പറ്റുള്ളൂ. വേറെ ഇപ്പോൾ പണമോ അല്ലെ സമ്പത്തോ ഇങ്ങനെ കാര്യങ്ങൾ എത്ര കൊടുത്താലും നമുക്ക് അവർക്ക് മതിയാവില്ല. പക്ഷെ ഒരാൾക്ക് നല്ല ഒരു മീല് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഹാപ്പി ആവും. അപ്പോൾ അത് നമുക്ക് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് വരും. നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പറഞ്ഞില്ലെങ്കിൽ കൂടെ അവരുടെ മുഖത്ത് നമുക്ക് അറിയാൻ പറ്റും. അതാണ് സത്യം. ഒരാളുടെ മനസ്സിലേക്ക് പോകാനുള്ള വഴിയാണ് അല്ലേ കറക്റ്റായിട്ട് വയറിലൂടെ സഞ്ചരിക്കാം. ഏതായാലും ഷെഫിനെ കൂടുതൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതായത് അദ്ദേഹം ഞാൻ ഓൾറെഡി പറഞ്ഞു റാവിസ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഷെഫാണ്. ഇപ്പോൾ ഷെഫ് നോക്കുന്ന പ്രോപ്പർട്ടീസ് കാലിക്കറ്റിലെ കൊല്ലത്താണ് ബേസ് ചെയ്യുന്ന അഷ്ടമുടി റാവിസിൽ. പിന്നെ നമ്മുടെ 3 വേറെ കോവളം റാവിസ്, കോഴിക്കോട് കടവ്, പിന്നെ കോഴിക്കോട് സിറ്റി ഹോട്ടൽ, അങ്ങനെ 4 ഹോട്ടൽ നമുക്കുണ്ട്. അതിൻ്റെ അകത്തെല്ലാം ഭാഗമായ മറ്റാവശ്യങ്ങൾ നമ്മുടെ ഹോട്ടലിലെ അഷ്ടമുടി കഴിഞ്ഞിട്ട് എല്ലാ ആവശ്യങ്ങൾക്ക് പോകാറുണ്ട്. അപ്പോൾ ഷെഫ് ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, സോഷ്യൽ മീഡിയയിലൊക്കെ പോപ്പുലറാണ് ഷെഫ്. ഭയങ്കര ഒരുപാട് ലൈക്സും ആൾക്കാരും സ്റ്റോറീസും ഒക്കെ ഭയങ്കര പോപ്പുലറായി. പിന്നെ പഴയ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഷെഫിന്റെ ഒരു ഗ്രാഫ് ലണ്ടനിൽ നിന്നാണ് ഇപ്പോൾ നാട്ടിലേക്ക് വന്നത്. എത്ര വർഷം ലണ്ടനിലുണ്ടായിരുന്നു? ലണ്ടനിൽ 15 വർഷം. 2005 പോയത്. 2005 ഇപ്പോൾ 2017 നാട്ടിലേക്ക്. അപ്പോൾ ഏകദേശം ഒരു 10 വർഷത്തിൽ കൂടുതൽ 10 വർഷത്തിൽ കൂടുതലാണ് അവിടുത്തെ. ശ്രീലങ്കൻ റെസ്റ്റോറന്റിലായിരുന്നോ അവസാനമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന? ഒരു ശ്രീലങ്കൻ ഹോപ്പേഴ്സിന്റെ ഹെഡ് ഷെഫ് ആയിരുന്നു. ആ ഹോപ്പേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇന്റർനാഷണലി റേറ്റിംഗിൽ എത്ര വരിക? അത് വലിയൊരു അവിടുത്തെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്റ്റോറന്റിന്റെ ഗണത്തിൽ പെടുന്ന, അവിടുത്തെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് റെസ്റ്റോറന്റും എല്ലാ ക്രിട്ടിക്സും ഒരുപാട് അവാർഡൊക്കെ കിട്ടിയ റെസ്റ്റോറന്റ് ആണ്. അവിടുത്തെ മെയിൻ ഷെഫായിരുന്നു എന്ന് പറഞ്ഞാൽ ഷെഫിന്റെ വാല്യൂ മനസ്സിലായല്ലോ. അപ്പൊ നമ്മളുടെ ഈ ഒരു എന്താ പറയാ യൂട്യൂബ് ഫാമിലിയിലേക്ക് ഞാൻ വന്നത് കാരണം എനിക്ക് വരുന്ന മെസ്സേജുകളൊക്കെ ഇപ്പം ഈ ഒരു മേഖല ഇപ്പോൾ പാചകമേല. അപ്പോൾ പാചകമേല യൂണിക്കായിട്ട് ഒരു ലേഡി എങ്ങനെ വരിക എന്ന് വെച്ചാൽ വളരെ അപൂർവമാണ്. അപ്പം ഒത്തിരി ഷെഫ്മാരൊക്കെ വേൾഡ് വൈഡ് ഉണ്ടെങ്കിലും ഇത് മേഡത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഭക്ഷണം ഉണ്ടാക്കുക, അത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുക, ടോപ്പ് ലീഗിൽ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരുപാട് പേര് ഈ ഇൻഡസ്ട്രിയിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ കൂടെയുള്ള ഒരു പരിപാടി ഷെഫ് എന്നെ ഇങ്ങനെ പറയുകയാണ്. പക്ഷെ എനിക്കിതൊരു വലിയൊരു ഓണറായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഷെഫ് കാര്യം അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. വർഷങ്ങളായിട്ട് പല 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 ഹോട്ടൽ ശൃംഖലകളുടെ ഭാഗമായിട്ടുണ്ട്. ആ ലണ്ടനിലെ എക്സ്പീരിയൻസ് മാത്രമല്ല, ഒരു 10 years 12 years അല്ലേ 12 years അവിടെ UK യിലായിരുന്നു. പിന്നെ അതിൽ തന്നെ ഞാൻ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തു. ഓസ്ട്രേലിയ, US പോയി, പിന്നെ മിഡിൽ ഈസ്റ്റിലും. പിന്നെ അതിനു മുമ്പ് നാട്ടിൽ ഒരു 15 വർഷം, ഏകദേശം ഇത് 25ാമത്തെ വർഷമാണ്. അപ്പോൾ മേഖലയിൽ വന്നിട്ട് 25 years. മാത്രമല്ല ഷെഫ് ഇപ്പോൾ നാടൻ വിഭവങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഷെഫിന് കോണ്ടിനെന്റൽ ആണെങ്കിലും ഏത് ഇന്റർനാഷണൽ ക്യൂസിൻ ഏതാണെങ്കിലും ഷെഫിനെ കൊണ്ട് പറ്റും എന്നുള്ളതാണ്. മാത്രമല്ല അതിനൊരു ഇന്ത്യൻ ടച്ച് കൊടുക്കുകയാണല്ലോ ഇപ്പോൾ കേരള ടച്ച്. കാരണം നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മലയാളികളുടെ ഈ ഒരു കേരള ക്യൂസിൻ, ഇപ്പോൾ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഇന്ത്യൻ ഭക്ഷണത്തിൽ തന്നെ കേരള ക്യൂസിൻ അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. ലോകത്തുള്ള എല്ലാ റെസ്റ്റോറൻറ്റിലും ഒരു വിഭവമെങ്കിലും കേരളത്തിലുണ്ടാവും. അപ്പോൾ ഈ സൗത്ത് ഇന്ത്യൻ ഫുഡ് എന്ന് പറയുന്ന 4 സ്റ്റേറ്റ്, കേരളം, തമിഴ്നാട്, കർണാടക, ഇപ്പോൾ ആന്ധ്രയുണ്ട്, തെലങ്കാനയുണ്ട്. എന്നാൽ കൂടെയും കേരള ക്യൂസിന് അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ ഇത്രമാത്രം ഭക്ഷണ വൈവിധ്യമുണ്ട്. ഇപ്പോൾ ട്രാവൻകൂർ ആയി, മലബാറായി, അല്ലെങ്കിൽ സെൻട്രൽ കേരളയായി, സിറിയൻ കേരളത്തിലേക്കായി, ഇപ്പോൾ തന്നെ കൊച്ചി. അപ്പോൾ ഇതെല്ലാം വ്യത്യാസമായിട്ട് ഓരോ വീടുകൾക്ക് ഓരോ രുചിയുള്ള സ്ഥലമാണ്. സദ്യ തന്നെ എന്ത് മാറ്റമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിൽ എത്തുമ്പോഴത്തേക്ക് തന്നെ വ്യത്യാസം വരും. അപ്പോൾ വേറെയായി. അപ്പോൾ അത്രമാത്രം വൈവിധ്യമുള്ള ഒരു ഭക്ഷണ സംസ്കാരമുള്ളിടത്ത് നിന്ന് നമുക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ് ഫുഡ് ക്രിയേറ്റ് ചെയ്യാനും എങ്ങനെയാണ്. അപ്പോൾ അവരുടെ ഒരു
ഫ്യൂഷൻ, അവരുടെ ഒരു കുക്കിംഗ് മെത്തേഡ് നമ്മുടെ ഭക്ഷണത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ഒത്തിരി മാറ്റം ഉണ്ടാകും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം ഷെഫിനെ കുറിച്ച്. ഷെഫ് ഒരു മാസ്റ്റർ ഷെഫ് കോമ്പറ്റീഷൻ, BBC-യുടെ മാസ്റ്റർ ഷെഫ് കോമ്പറ്റീഷനിൽ ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിന്റെ സെലക്ഷൻ പ്രോസസ് തന്നെ ഒരു ഭയങ്കര സംഭവമാണ്. അതിൽ ഷെഫിനെ സെലക്ട് ചെയ്തു എന്നുള്ളതാണ് വേറൊരു വലിയൊരു സത്യം. അത് ജീവിതത്തിൽ എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കാരണം അത് അത്ര എളുപ്പത്തിൽ കിട്ടുകയല്ല. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഓരോ വർഷവും അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക UK-ൽ. അപ്പം അതിനകത്ത് ഒരു 46 പേരെയാണ് ഓരോ വർഷം തിരഞ്ഞെടുക്കുക. 5 ഇയേഴ്സായിട്ട് പ്രൊഫഷണലായിട്ടുള്ള ഷെഫുമാരെ. അതിൽ പോയൊരു മീൻകറി ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത് എൻ്റെ ഒരു ജീവിതത്തിലെ ഭാഗ്യമാണ്. അതെ, ശരിക്കും പറഞ്ഞൊരു പ്രൊഫഷണൽ ഷെഫുമാരുടെ ഒരു കോമ്പറ്റീഷനാണത്. അതിൽ ഷെഫ് ഭാഗമായി 26 ഷെഫുമാരെ സെലക്ട് ചെയ്തതിൽ വൺ ഓഫ് ദി ഇന്റർനാഷണൽ ഷെഫായിട്ട് വന്നു. ഷെഫ് അവിടെ ചെന്നിട്ട് മീൻകറിയാണ് ഉണ്ടാക്കിയത്. മീൻകറി അത് നമ്മൾ ഉണ്ടാക്കിയത് അയലയും മാങ്ങയും കൊണ്ടിട്ടൊരു മീൻകറി ഉണ്ടാക്കിയിട്ട് അതിന്റെ ചാറ് മാത്രം അരിച്ചെടുത്തു. പിന്നെ നമ്മുടെ മസാല ദോശയിൽ കിട്ടുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടൊരു കേക്ക് ഉണ്ടാക്കിയിട്ട്, ഹെയ്ക്ക് എന്ന് പറഞ്ഞൊരു മത്സ്യം UK-ലുള്ള നല്ല ഒരു വെള്ള മത്സ്യമാണ്. അപ്പോൾ അതിൻ്റെ ഉപ്പും കുരുമുളകും ഇട്ട് ഗ്രില്ല് ചെയ്തിട്ട്, സാംഫയർ എന്ന് പറഞ്ഞൊരു സീവീഡ് ഉണ്ട്, കടലിനടിയിൽ കിട്ടുന്ന ഒരു മത്സ്യം, അത് സീ ഫുഡിൻ്റെ കൂടെ ഒക്കെ ചേരുന്നതാണ്. അപ്പോൾ സാംഫയർ വെച്ചിട്ട് നമ്മുടെ നാടൻ ഒരു പച്ചടി ഉണ്ടാക്കി, പിന്നെ മല്ലിയിലയും ഒലിവ് ഓയിലും കല്ലുപ്പും കൂടെ ചേർത്തിട്ടൊരു ഗ്രീൻ ഓയിൽ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ആ സോസിനകത്ത് ഒരു ഗാർണിഷ് ചെയ്യണം. അപ്പം ഒരു മഞ്ഞ അരിച്ച സോസിനകത്ത് ഉരുളക്കിഴങ്ങിൻ്റെ കേക്ക്, അതിൻ്റെ മേലെ ഫിഷ്, പിന്നെ അതിൻ്റെ മേലെ പച്ചടി. പാൻ ഫ്രൈഡ് ഹേക്ക് വിത്ത് കറി ലീഫ് ഇൻഫ്യൂസ്ഡ് പൊട്ടറ്റോ കേക്ക് വിത്ത് സാംഫയർ പച്ചടി വിത്ത് ഗാർണിഷ്ഡ് വിത്ത് ഗ്രീൻ കൊറിയാൻഡർ ഓയിൽ. നമ്മുടെ ബ്രിട്ടീഷുകാരെയൊക്കെ മലർത്തി അടിക്കുന്ന രീതിയിൽ നല്ല നെയിമും അതിൻ്റെ ഒരു ആ തീമാറ്റിക് ആയിട്ടൊക്കെ ചെയ്തു. ഭയങ്കര ക്രിയേറ്റീവ് തിങ്കിങ് ആണ്, ഒന്നും പറയാൻ വാക്കുകളില്ല. ഭയങ്കര ഗംഭീരം. എന്തായാലും നമ്മുടെ ഒരു ഭാഗ്യമാണ് ഷെഫ് വന്നത്. ഷെഫിന് സ്പെഷ്യലായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡിഷാണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ഈ സെക്കൻഡ് ഹോമിലെ കിച്ചണിൽ ഷെഫ് ഉണ്ടാക്കാൻ പോവാണ്. അതെ, അത് ഇപ്പം ക്രിസ്മസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ലോകത്തുള്ള എല്ലാം. അത് പ്രത്യേകിച്ച് കേരളത്തിലാവുമ്പോഴും ഒരു ജാതി മത ഭേദമന്യേ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യും. ലോകത്തെ ഏറ്റവും ഫെസ്റ്റിവൽ പീരീഡാണ്. എല്ലാവരും ഇഷ്ടംപോലെ പൈസ സ്പെൻഡ് ചെയ്യുന്നതും യാത്ര ചെയ്യുന്നതും ഹോളിഡേ പോകുന്നതും കുട്ടികളായാലും എല്ലാവരും ആയാലും ക്രിസ്മസ് ടൈമാണ്. അപ്പോൾ ക്രിസ്മസ് ഈസ് എ സ്പെഷ്യൽ ടൈം. അപ്പോൾ ആളുകളൊക്കെ സന്തോഷിക്കേണ്ട സമയമാണ്. അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഡിഷ്, വേറെ ഡിഷൊന്നുമല്ല, ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഈ ക്രിക്കറ്റ് പ്ലേയേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വിഭവം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സംഭവം ചെയ്യാം. വെള്ള ആവോലി വെച്ചിട്ട് ചെയ്യാന്നാണ് ഷെഫ് പറയുന്നത്. അതായത് ക്രിക്കറ്റേഴ്സിന്റെ ഫേവറേറ്റ് ഡിഷാണ്. ഇപ്രാവശ്യം അവർ കേരളത്തിൽ കളിക്കാൻ വന്ന സമയത്ത് അവർ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിഫർ ചെയ്ത ഐറ്റമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ വീടുകളിലുണ്ടാക്കും. അപ്പോൾ LN വ്ളോഗ്സിലൂടെ നിങ്ങൾ ഷെഫിൻ്റെ ഒരു കൈപുണ്യം കൂടി അറിയാം. ഓക്കെ, ഇത്രയും ദിവസം ഞാൻ മാത്രം കുക്ക് ചെയ്തല്ലേ നിങ്ങൾ കണ്ടത്. ഒരു ചേഞ്ച് ആയിക്കോട്ടെ, ഷെഫിൻ്റെ കുക്കിംഗ് കാണാം. അപ്പോൾ ഞാനും ഷെഫിൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പോവാണ്. പിന്നെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഇപ്പോൾ LN വ്ളോഗ്സിൽ നമ്മളിപ്പോൾ ഞാനൊരു ക്രിസ്മസ് സീരീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് കുറേ നാടൻ വിഭവങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ക്രിസ്മസിൻ്റെ തലേ ദിവസം ഷെഫിൻ്റെ ഐറ്റമായിരുന്നു പാവം. ഓക്കെ, താങ്ക് യു. ഒരു ഓണറായിട്ടാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഈ കൾണറി മേഖലയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ആരാണ് ലക്ഷ്മി നായർ, എന്താണ് ഈ ഒരു മേഖലയിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ 25 വർഷമായിട്ട്. ഒരു സ്ത്രീ ആയിരുന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അത് മാത്രമല്ല മറ്റ് പലരെയും ഇൻഫ്ലുവൻസ് ചെയ്ത് ഇൻസ്പയർ ചെയ്ത് അവരെ സ്വന്തമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ള, അപ്പം ഒരു ലേഡി ഇതൊക്കെ ചെയ്യുന്നത് തന്നെ ഭയങ്കര അഭിമാനമാണ്. ഇപ്പം ലോകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അസ്മ ഖാൻ അല്ലെ അരീമ ഗോ, ഇവരൊക്കെ ഇപ്പം ഈ ഒരു മേഖലയിൽ കയറി വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഗണത്തിൽ പെടുന്നുണ്ട്. കേരളത്തിലായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഇന്ത്യ മൊത്തം അറിയേണ്ടതാണ്. പക്ഷേ അതിൽ കൂടുതൽ യാത്രയൊക്കെ ചെയ്ത് എത്രയോ വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഓരോ വീടുകളിൽ സുപരിചിതമായ വലിയ മുഖസ്തുതിയോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന മതി ഷെഫ്, കുഴപ്പമില്ല. നമ്മളുടെ ഇതൊരു ഫാമിലിയാണ് സത്യം. നമ്മുടെ ഈ യൂട്യൂബ് ഫാമിലി നമ്മളെല്ലാവരും ഭയങ്കര ക്ലോസ് നിറ്റ് കാര്യങ്ങൾ. അത് തന്നെ യൂട്യൂബിന്റെ ഫാമിലി മീറ്റിനെ കുറിച്ച് ഭയങ്കര ഒരു സംഭവമായിരുന്നു ആൾക്കാർ. അത് എനിക്കൊന്ന് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കുറച്ച് കൂടുതൽ ആൾക്കാർ വരുന്നു, അവർക്ക് സദ്യ ഉണ്ടാക്കി കൊടുക്കുന്നു. അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. എല്ലാവരും കാണാൻ പറ്റി. കുറെ പേരെ കാണാൻ പറ്റി, പേരൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് എല്ലാവരും പല പല ഭാഗങ്ങളായിട്ട് കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയാണ്. അപ്പൊ ഷെഫിന് ഈ കിച്ചൺ ഓക്കെ ആണല്ലോ? കുഴപ്പമില്ല. ഇവിടെ ചെയ്യാനുള്ള ഓക്കെ. അപ്പൊ നമുക്കൊന്ന് ബ്യൂട്ടിഫുൾ കിച്ചൺ. ഇത് മാഡം തന്നെ ഡിസൈൻ ചെയ്ത കിച്ചണാണ്? അതെ, എനിക്കൊരു ആർക്കിടെക്ട് ഉണ്ടായിരുന്നു ഡിസൈൻ ചെയ്യാനായിട്ട്. പക്ഷെ നമ്മുടെ സജഷൻസും എല്ലാം പറഞ്ഞിട്ട് പുള്ളിക്ക് ആ ഒരു ഞാൻ പറഞ്ഞ അനുസരിച്ച് ഇംപ്ലിമെന്റ് ചെയ്ത് തന്നു. അപ്പൊ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഷെഫിനെ ഒന്ന് മീൻ വന്നിട്ടുണ്ട്. മീൻ വന്നിട്ടുണ്ട്. മീൻ ആദ്യം കട്ട് ചെയ്യാം.
മീൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് മറിനേറ്റ് ചെയ്യാം. മറിനേറ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്യാം. അതായത് ഇത് അധികം സമയമൊന്നും വേണ്ട, ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിട്ടാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ മാരിനേഷൻ ഫാസ്റ്റ്. അപ്പോൾ ഇത് ഷെഫ് ഇത് കട്ട് ചെയ്ത് കാണിക്കുവാണ് അല്ലേ? ഓക്കെ. ഏറ്റവും എളുപ്പമുള്ളൊരു മീനാണ് ക്ലീൻ ചെയ്യുന്നത്. അത് ചെതുമ്പലില്ല. വെള്ള ആകൂലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ചെതുമ്പലില്ല, എളുപ്പത്തിൽ വൃത്തിയാക്കാം. ഇത് എപ്പോഴും മീൻ വരയുമ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വരയുമ്പോൾ മസാല അകത്തിട്ട് കയറി ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മീൻ വരേണ്ടത്. ഉള്ളിലേക്ക് നല്ലതായിട്ട് ഡീപ്പായിട്ട് ഉള്ളിലോട്ട് പോകും. ഓക്കെ. അപ്പം ഈ മസാലകൾ അകത്തോട്ട് കയറുന്ന രീതിയിൽ അതുപോലെ ചെയ്യാം. ഓക്കെ. അപ്പോൾ അത് മൂന്നും നമുക്ക് യെസ്. ഇത് നല്ല മീനല്ലേ, നല്ല വെളുത്ത് സുന്ദരിയായിട്ടിരിക്കുന്നത്. ഇതിന് മറ്റേ ഇതൊന്നും ഇല്ലല്ലോ, ചെതുമ്പലില്ല. ഇത് വൈറ്റ് വെള്ള ആവോലി ആയതുകൊണ്ടാണ് ഇത്രയും. പക്ഷെ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഏതാ ബെറ്റർ? ബ്ലാക്ക് അല്ലേ? ആണല്ലേ? അപ്പോൾ ഈ ഷെഫിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഷെഫ് പുതിയ പുതിയ ഡിഷസ് ഒക്കെ ഇങ്ങനെ ഡെയിലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഷെഫ് ഇനിയും പിന്നെയും ഉണ്ടാക്കിയിട്ട് കുറേ പേരുകളൊക്കെ നെയിമിംഗ് സെർമണി ഉണ്ട് അല്ലേ? അപ്പോൾ ഷെഫ് അതെങ്ങനെയാണ് സാധാരണ ഇൻസ്റ്റാഗ്രാമിൽ? സാധാരണ നമ്മളത് നമ്മുടെ ഫാൻസിന് വിട്ടുകൊടുക്കും. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അപ്പം അതിന് അനുയോജ്യമായ പേര് കണ്ടുപിടിക്കാം. കാരണം അത് ഈ ഗ്രൂപ്പിനകത്തുള്ളവരൊക്കെ നമ്മളെക്കാട്ടി ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, കുക്കിംഗ് അല്ലെങ്കിൽ പോലും. അപ്പോൾ ചില ഡിഷിനൊക്കെ മികച്ച പേരുകളൊക്കെയാണ്. അപ്പോൾ ഇതിന് ഇട്ട പേര് അവർ തന്നിരിക്കുന്നത് ഗോഡ്സ് ഓൺ പോംഫ്രെറ്റ്. അപ്പോൾ ആവൂലി നമ്മുടെ തേങ്ങാപ്പാൽ വെച്ചിട്ടൊരു സിമ്പിൾ ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ സാധാരണ ഫിഷ് ഗ്രില്ല് ചെയ്ത് കഴിക്കും. ഇതൊരു ഗ്രില്ലും അല്ല കറിയും എല്ലാത്തൊരു പരുവത്തിലാണ്. അതെ, ഇത്തവണ ക്രിക്കറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. രവിശാസ്ത്രി സാറിന്, KL രാഹുൽ, സഞ്ജു സാംസൺ, പിന്നെ ഋഷഭ് പന്ത്, അങ്ങനെ കുൽദീപ് യാദവ്, പിന്നെ ആ ടീമിലുള്ള ഒരുമാതിരി വിരാട് കോഹ്ലി ഒഴികെ അവരെല്ലാം. കാരണം ഈ വൈറ്റ് പോംഫ്രെറ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. അത് ഡൽഹിയിലൊന്നും എപ്പോഴും കിട്ടാത്തതാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഈ സീസണാണ്. പിന്നെ ഇതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറുള്ള ഫിഷാണ്. വീടുകളിലൊക്കെ ഉണ്ടാക്കാനും എളുപ്പമാണ്. കാരണം ഇത് ക്ലീൻ ചെയ്യാൻ വലിയ പ്രയാസമില്ല, ചെതുമ്പലില്ലാത്ത മീനാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഗുണമുള്ള മീൻ നമുക്കിത് മറിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് എപ്പോഴും മീൻ കട്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ഉള്ളിലോട്ട് വരഞ്ഞ് ഉള്ള രീതിയാണ് ഇത്. അധികം വലിയ മസാലകളൊന്നും ഇല്ലാത്ത സിമ്പിൾ റെസിപ്പിയാണ്. ഇത് നമുക്ക് മറിനേറ്റ് ചെയ്യാൻ വേണ്ടി ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, കുറച്ച് മുളക് പൊടി ഇട്ട്, അത് ഒരല്പം കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കറിവേപ്പില. നമ്മൾ ചോപ്പ് ചെയ്ത് കറിവേപ്പില ഈ മറിനേഷൻ അരിഞ്ഞിടുമ്പോൾ അത് കൂടുതൽ ഫ്ലേവർ വരും. അപ്പോൾ കറിവേപ്പില നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ മസാലയിലൊന്നും ഈ കറിവേപ്പില ഇടാറില്ല. കുറച്ച് നാരങ്ങ നീര്, ഒരു ഫുൾ നാരങ്ങ എടുക്കണം. ഒരു ഫുള്ള്. അത് 3 മീനിനുള്ള ഒരു രീതിയിലാണ്. ഷെഫ് ഇപ്പോൾ 3 മീനിനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. മുളക് പൊടി ഏകദേശം ഒരു ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്. സാധാരണ സിമ്പിൾ ഒരു ഫ്രൈക്ക് ചെയ്യുന്ന അത്രയേ ഉള്ളൂ. ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരല്പം പേസ്റ്റ് ആക്കാം. ഇത് കാണുമ്പോൾ സിമ്പിൾ, ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര എക്സോട്ടിക് ആയിട്ടൊരു വിഭവമാണ്. അതാണ് ഷെഫിൻ്റെ ഒരു മാജിക്. എപ്പോഴും നമ്മൾ മീൻ ഒരു ഏറ്റവും കുറഞ്ഞത് 30 മിനിറ്റ്സ് ആണ് മറിനേഷൻ ടൈം. മീറ്റ് ആകുമ്പോൾ അതിൽ ഒരു 1 hour വരുമെങ്കിലും ഫിഷിന് ഒരു മിനിമം 30 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ചെങ്കിൽ 30 മിനിറ്റ് പെട്ടെന്നകത്തേക്ക് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഷെഫ് എന്തൊക്കെയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട്. അപ്പോൾ മീനിനകത്തൊക്കെ നന്നായിട്ട് നല്ല ആ കട്ട് പോലും ഭയങ്കര നല്ലതായിട്ടാണ് ചെയ്തത്. ഇതിനെ നല്ല ഡീപ്പ് കട്ട്സ് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ മസാല. ഇതാണ് ഒരു പരിപാടി. ഇനി ഇത് ½ an hour മാരിനേറ്റ് ചെയ്തിട്ടാണ് ഇനി ബാക്കി. അതെ, വെള്ളം മതിയായിരുന്നു. അതിലൊരു ഈർപ്പമുണ്ടല്ലോ അല്ലേ? എപ്പോഴും ഫിഷ് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഷെഫ്മാരൊക്കെ ഫിഷ് ഗ്രില്ല് ചെയ്യുമ്പോൾ അവർ പാൻ ഡ്രൈ എന്നാണ് പറയുന്നത്. ടിഷ്യൂ വെച്ച് അത് ക്രിസ്പിയായിട്ട് ഫ്രൈ ചെയ്തായിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് അവരത് ഡ്രൈ ചെയ്തെടുക്കും. അപ്പോൾ അതിൻ്റെ സ്കിന്ന് നല്ല ക്രിസ്പിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ വളരെ വാല്യൂബിൾ ടിപ്സാണ് പറയുന്നത്.
അതുപോലെ പ്രോൺ ആയാലും തുടച്ചിട്ടാണ് ഈ സീ ഫുഡ് എല്ലാം അതിൻ്റെ ഒരു തുടച്ചതിൻ്റെ ഉള്ളിലെ എക്സ്ട്രാ ആയിട്ടുള്ള മോയ്സ്ചർ മാറ്റിയിട്ട് കഴിച്ചാൽ ഈ സ്കിന്നിൻ്റെ ഈ ഫിഷ് എസ്പെഷ്യലി ഗ്രില്ല് ചെയ്യുമ്പം അതിൻ്റെ സ്കിന്നിൻ്റെ കൺസിസ്റ്റൻസിയാണ് മെയിനായിട്ട് റെസ്റ്റോറൻറ്റ്സിലൊക്കെ നോക്കുന്നത്. അപ്പോൾ ഈ മീൻ അത്യാവശ്യം നമ്മൾ മറിനേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. കുക്ക് ചെയ്യുന്നതിന് 10 മിനിറ്റ് മുമ്പ് എടുത്ത് വിളയിക്കുമ്പോൾ ആയിരിക്കും ആ ഒരു അതാണ് അതിൻ്റെ കറക്റ്റ്. അപ്പോൾ മാരിനേഷൻ ഫുള്ള് നേരം 30 മിനിറ്റ് പുറത്ത് വെക്കണമെന്നില്ല. 20 മിനിറ്റ്സ് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ 10 മിനിറ്റ്സ് പുറത്ത്. പുറത്ത് എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കുമ്പം ഒരു ക്ലീൻ ഫോയിൽ ഇട്ട് കവർ ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. കവർ ചെയ്തിട്ട് അപ്പോൾ ഇത് സിമ്പിൾ മറിനേഷനാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, നാരങ്ങ, അതിലൊരു അല്പം വെള്ളം എടുത്ത് ഇതിനകത്തേക്ക് മറിനേറ്റ് ചെയ്തിട്ട് ഫിഷ് ഒരു 1/2 മണിക്കൂർ മറിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ അമ്മമാരുണ്ടാക്കുന്ന ഫിഷ് ഫ്രൈ ആണ്. ഇതിനകത്ത് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചേർക്കാം. പക്ഷേ ഇതൊരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അതിനകത്ത് നമ്മൾ ഇഞ്ചി ഇടുന്ന കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി മീനിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമുള്ള മറിനേഷനാണ്. അപ്പോൾ ഇത് മറിനേഷൻ കഴിഞ്ഞു. ഒരു 30 മിനിറ്റ്സ് ഇതിന് റെസ്റ്റ് ടൈമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ഗോഡ്സ് ഓൺ പോംഫ്രെറ്റ്, ലക്ഷ്മി മേഡത്തിൻ്റെ ഫാൻസിനും ആരാധകരും ലോകം മുഴുവനുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ട് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ടൈമാണ് ജീവിതത്തിൽ. എല്ലാവരും ഫെസ്റ്റിവൽ പീരീഡാണ്. ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. അത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന മലയാളികളാണെന്നാണ്. അത് ജാതി ഭേദമന്യേ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കും. അപ്പോൾ ക്രിസ്മസിന് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇറച്ചി വർഗ്ഗമൊക്കെ കഴിക്കുമെങ്കിലും ഈ വെള്ള ആകൂലിയുടെ സീസണാണ്. അപ്പോൾ ഇൻ കേസ് ഇത് കിട്ടിയില്ലെങ്കിൽ വേറെ ഏത് മീൻ വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. കരിമീനും ഉണ്ടാക്കാം. അല്ലെങ്കിൽ ബ്ലാക്ക് പോംഫ്രെറ്റ് ആണെങ്കിൽ അത് ഫില്ല് ചെയ്തോ അല്ലെങ്കിൽ സ്ലൈസ് കട്ട് ചെയ്തിട്ടാലും ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും ഷെഫിന് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് 24th തന്നെ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 25-ാം തീയതി നാളെ ക്രിസ്മസ് ആണ്. ക്രിസ്മസിന് ഇത് ഉണ്ടാക്കാമല്ലോ, ഷെഫ് സ്പെഷ്യൽ. അപ്പോൾ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ ഷെഫ് ഇവിടെ ഓൾറെഡി കുക്കിങ്ങിനൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഞാൻ മാറിനേറ്റഡ് ഫിഷുമായിട്ട്. പാൻ ഇപ്പോൾ നമ്മുടെ ചൂടായിട്ടുണ്ട്. ആ പാനകത്ത് നമ്മൾ വെളിച്ചെണ്ണ, ഇനി വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് ഏത് ഓയിലായാലും കുഴപ്പമില്ല. പക്ഷെ വെളിച്ചെണ്ണ ആയിരിക്കും ഐഡിയൽ അല്ലേ? അതെ, വെളിച്ചെണ്ണ നമ്മുടെ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന. ആദ്യം നമ്മൾ ഈ മീനൊന്ന് ഒരു സൈഡ് ഗ്രില്ല് ചെയ്തെടുക്കും. ഗ്രില്ല് ചെയ്തിട്ടാണ് ഈ സോസ് ഒഴിച്ച് സംഭവം ശരിയാകുന്നത്. തിരിച്ചു മറിച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു ലൈറ്റ്. അതെ, പാൻ ഗ്രിൽ. അപ്പം ഇത് ഏത് മീൻ ഇടണം? ഏത് വേണം നിങ്ങൾ ഇടാം. ഏറ്റവും വലുതായിട്ടുള്ള എടുത്തിട്ട്. ഞാൻ എപ്പോഴും ഈ ഫിഷ് ഗ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അപ്പം കുറച്ച് കറി, അതൊരു വെസ്റ്റേൺ ഷെഫ്മാരുടെ ഒക്കെ പരിപാടിയാണ്. അപ്പം മീറ്റൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോൾ അവർ റോസ്മേരി, ഗാർലിക് ഒക്കെ സൈഡിലിടും. അല്ല, നമ്മൾ വിചാരിക്കും അത് എന്തുകൊണ്ട് അതിനകത്ത് ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ആണ്. പക്ഷേ അത് ഇങ്ങനെ ഒരു ഫ്ലേവർ ആണ്. അത് കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്ര ഈ കറിവേപ്പിലയാണ് ആരും ഇതിനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എന്റെ ഫേവറേറ്റ് ആണ് ഷെഫ് കറിവേപ്പില. ഞാൻ മോളുടെ അടുത്ത് പോയപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു, കറിവേപ്പില കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനൊക്കെ അറിയാം കാര്യം. എപ്പോഴും പറയും കറിവേപ്പില കണ്ടാ പിന്നെ അത് ഇഷ്ടംപോലെ വാരിയില്ല. തീർച്ചയായിട്ടും കറിവേപ്പില എന്ന് പറയുന്നത് നമ്മളിപ്പോ റോസ്മേരിയോ ബേസിലോ അല്ലെങ്കിൽ തൈമൊക്കെ പറഞ്ഞ് ഫ്രഷ് ബേ ലീഫ് ഒക്കെയാണ് അവരൊക്കെ ഓരോ മീറ്റിലും ഇതിനൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഒരൊറ്റ ഇല മതി, ഇത് ധാരാളം. അതെ അതെ, സാധാരണ ഈ ഫിഷൊക്കെ ഇതൊക്കെ ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഷ് ഉള്ള മീനാണ്. അപ്പൊ ഇതിന്റെ ഒരു കുക്കിംഗ് ടൈം തന്നെ വൺ സൈഡ് ഒരു 7 മിനിറ്റ്സ്. നമ്മളപ്പോൾ ഓവർ കുക്കായിട്ട് ചെയ്യാതെ അതിന്റെ ഒരു ജ്യൂസ്, മീനിന്റെ ജ്യൂസ് നഷ്ടപ്പെടാതെ ആ ഒരു ഡ്രൈ ഔട്ട് ചെയ്ത് അല്ലേ, നല്ലൊരു സോഫ്റ്റ് ആൻഡ് എന്താ പറയാ ആ ഒരു മോയ്സ്ചർ ഉണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ മീൻ വേറൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫിഷ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് തിരിച്ച് ഒരു സെയിം ടൈമിൽ എടുക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ കുക്ക് ചെയ്യുക, ഒരു സൈഡായിട്ട് വേണമെങ്കിൽ ഒന്ന് ഫയർ ഓഫ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് 2 മിനിറ്റ്സ് വെച്ചിട്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ സ്കിന്നൊന്നും നഷ്ടപ്പെടാതെ കിട്ടും. അത് ശരിയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചൂടോട് കൂടി എടുത്ത് എന്താ പറയാ തിരിച്ചിടുമ്പോൾ ചിലപ്പോ അതിന്റെ സ്കിൻ ഇങ്ങനെ പാത്രത്തിൽ പാനിൽ ഒട്ടിപ്പിടിക്കും. ഒരു റെസ്റ്റിംഗ് ടൈം കൊടുക്കുന്ന എപ്പോഴും നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ടാണ്. ഓയിൽ ഇത്ര മതിയല്ലോ, മിനിമം ഓയിലൊക്കെ ചെയ്യുക. അപ്പൊ അതും ഭയങ്കര നല്ലതല്ലേ, ഹെൽത്തി ആയിട്ടുള്ള ഒരു വേർഷനാണ് ഹെൽത്തി കുക്കിംഗ്. നമുക്ക് ജസ്റ്റ് മീനൊന്ന് തിരിച്ചിടാൻ പോകണം. ഓക്കെ, വൺ സൈഡ് കുറച്ചായിട്ടുണ്ട്. ഓക്കെ
ഓ പെർഫെക്റ്റ്. ഇത്രയേ ഉള്ളൂ. കറക്റ്റ് അതിന്റെ ആ ഒരു ഗ്യാപ്പ് വരുന്ന കറക്റ്റ് അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു സൈഡ് ഗ്രിൽ മാർക്ക് വന്നു, ഇതൊരു സൈഡ് ക്രിസ്പിയാണ്, ബാക്കി നമ്മുടെ ആ സോസിലാണ് കുക്ക് ആവുക. മനസ്സിലായി. അപ്പൊ ആ ഒരു കറക്റ്റ് ഒരു ഗ്രിൽഡ് ഫിഷിന്റെ ആ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. കറക്റ്റ്. അതാ ഓവറായിട്ട് എണ്ണയൊന്നും ഒഴിച്ചാൽ കിട്ടില്ല. കറക്റ്റ് പാകത്തിന് ചുട്ടെടുക്കുന്ന മീൻ. അപ്പൊ ഇതാകുമ്പോ ആ ഫിഷിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും. കാരണം ഫിഷിനെ ഒരുപാട് നമ്മൾ കുക്ക് ചെയ്ത് കുളമാക്കി. കാരണം നല്ല മസാലയുടെ രുചിയായിരുന്നു. ഇപ്പൊ തന്നെ ഫിഷ് ഓൾമോസ്റ്റ് കുക്ക്ഡ് ആയി, ഒരു മോർ ദാൻ ഹാഫ് കുക്ക്ഡ് ആയി. ഇനി ആ തേങ്ങാപ്പാലിൽ കിടന്നിട്ടുള്ള ഒരു ചെറിയൊരു ലാസ്റ്റ് ഫിനിഷിംഗ് മാത്രമേ ഉള്ളൂ. ഈ പാനിൽ തന്നെ ചെയ്യാം. അതിൽ തന്നെ ചെയ്യാം. അതായിരിക്കും നല്ലത്. അപ്പൊ ഇനി പാൻ പോലും മാറ്റേണ്ട കാര്യമില്ല. അപ്പം ഈ ഒരു ഫിഷ് നമ്മുടെ ഒരു സൈഡിന് അടുത്ത സൈഡ് നമ്മൾ ഇതിന്റെ പാലൂടെ തേങ്ങാപ്പാലിട്ട് വഴറ്റി ഇഞ്ചിയും കുരുമുളകും പച്ചമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് അങ്ങ് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നാം പാലാണ് ഇതിൻ്റെ ഏറ്റവും നല്ലത്. ഇൻ കേസ് ഒന്നാം പാലില്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ ഒരല്പം തേങ്ങാപ്പാലൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം. നല്ല കുറുകി കിട്ടും. അപ്പോൾ ഇതൊരു കുറുകിയ ഒരു ടേസ്റ്റാണ്. ഇത് ഒന്നാം പാലും നമ്മുടെ 2 പാലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഞാൻ ഇത്തിരി പാലിനകത്തേക്ക് ഒഴിക്കുകയാണ്. അപ്പൊ നല്ല ശരിക്കും എണ്ണ തെളിയുന്ന രീതിയിലുള്ള ഇത് കിട്ടും. കാര്യം നല്ല തിക്ക് മിൽക്ക് അല്ലേ ഒഴിക്കുന്നത്. കോക്കനട്ട് മിൽക്കിന്റെ കട്ടിപ്പാല്. കോക്കനട്ട് മിൽക്കിനെ നമ്മൾ എടുക്കുന്ന തേങ്ങാപ്പാലിന് കട്ടി പോരെങ്കിൽ ഇച്ചിരി കോക്കനട്ട് പൗഡർ കൂടി എടുക്കാൻ പറ്റും. ഇതിനകത്ത് പ്യുവർ കോക്കനട്ട് പൗഡറിൽ വേണമെങ്കിലും കുറുകി നല്ലതായിട്ട്. ഇതിന് ചോപ്പ് ചെയ്ത ഇഞ്ചിയാണ്. അപ്പൊ ഇഞ്ചിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതെ, ഇഞ്ചിയും തേങ്ങാപ്പാലിലും മാത്രമായിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പൊ നമ്മുടെ ഒരു ഫിഷ് മോളി എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വേർഷനായിട്ട് വരും. അതിലേക്ക് ഉപ്പിടാം. പച്ചമുളക് കീറിയത് നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ 4 വശവും ഇട്ടിട്ട് അതെ. കുരുമുളക് പൊടി ഈ പാലിനകത്താണ് ഇടുക. കുരുമുളക് പൊടി ഇതിപ്പോ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോ നല്ല സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു. കാര്യം പച്ചമുളക് 2 എണ്ണം വന്നു, കുരുമുളക് പൊടി ഏതാണ്ട് ഒരു 1/2 ടീസ്പൂൺ. ആവശ്യത്തിനുള്ള ആ പാലിന് നമ്മൾ ഒഴിക്കുന്നതിനകത്ത് ഉപ്പില്ലാത്തതുകൊണ്ട് അതിന് ആവശ്യമുള്ള ഉപ്പ് ജസ്റ്റ് നമ്മൾ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. ഷെഫ് ഇങ്ങനെ പാനിൽ കുക്ക് ചെയ്യുന്നത് തന്നെ വളരെ കലാപരമായിട്ടാണ്. അതൊരു പ്ലേറ്റിംഗ് പോലെയാണ് ചെയ്യുന്നത്, കണ്ടില്ലേ? ഭയങ്കര ചിത്രപ്പണി ചെയ്യുന്ന പോലെ. അതിലേക്ക് എനിക്ക് കറി ലീവ്സ് ഞാൻ ഇങ്ങനെ ഹോളായിട്ട് ഇത് ഇടുകയാണ്. അതിങ്ങനെ കണ്ടോട് ഇടും. എന്നിട്ട് ചെറിയ തീയിലല്ലേ ഇടുന്നത്? ചെറിയ തീയിൽ ഈ പാൽ ഇങ്ങനെ വയറ്റി അതിന്റെ അടിഭാഗം, അതായത് എണ്ണ തെളിയുന്ന പോലെ പാലിങ്ങനെ കുറുകി വരണം. വെരി ഗുഡ്. വെളിച്ചെണ്ണ കൂടി ചേർക്കണം. ഒരല്പം പച്ച വെളിച്ചെണ്ണ നമ്മൾ മീൻകറിയുടെ അവസാനം ഒഴിക്കുന്ന പോലെ ഇതിനകത്ത് ഒഴിക്കുമ്പോൾ ആ തേങ്ങാപ്പാലും ഇതൊരു ബട്ടർ കൺസിസ്റ്റൻസിയിൽ വരും. അപ്പോൾ ആ മീനകത്തൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ആരോമ എന്ന് പറയുന്നത് അറിയാലോ. അതും പച്ച വെളിച്ചെണ്ണ അത് ഇങ്ങനെ സോസ് ഇങ്ങനെ കുറുകി വരികയാണ്. അപ്പൊ ഈ ഫിഷ് ഒരു സൈഡില് നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്തു, അടുത്ത സൈഡ് അതിന്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പം ആ തേങ്ങാപ്പാലിൽ നിന്നാണ് വരുന്നത് തന്നെ. അതുപോലെ ഇതിന്റെ ഈ സോസ് കയറി വരും. അപ്പൊ ഇത് വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ചെടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു സ്റ്റീമൊക്കെ കയറി ഫിഷ് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരും. അപ്പൊ ഇത് ഒരു ആർക്ക് വേണേലും അധികം എരിവില്ലാത്തവർക്ക് കഴിക്കാം. എരിവ് കൂട്ടണമെങ്കിൽ എരിവ് കൂട്ടാം. അപ്പോൾ ഫിഷിൻ്റെ സ്വാഭാവികമായിട്ട് നമ്മൾ മറിനേറ്റ് ചെയ്ത് ഗ്രില്ലായിട്ടുണ്ട്. അപ്പോൾ ഈ സോസ് ഇതിനകത്ത് ഈ ഫിഷിൻ്റെ ജ്യൂസ് എല്ലാം ഈ പാനിൽ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഒരു ഫിഷിൻ്റെ ഒന്നും പുറത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ ഒരു മീൻകറിക്കുള്ള ഒരു സംഭവമാണിത്. സാധാരണ മീൻകറിയുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മീൻകറി എന്തായാലും ഒരു 1 കിലോ മീറ്റിന് ഇത്ര ലിറ്റർ സോസാണ് വേണ്ടത്. അത് ചിലപ്പം ഒരുപാട് ഗ്രേവി ഉണ്ടാക്കിയാൽ അത് ആ ഗ്രേവിയും കറിയും തമ്മിലുള്ള ബ്ലെൻഡ് മാറും. അപ്പോൾ ഇത് ഒരു ഫിഷിന് പറ്റിയ സോസും ആ കറക്റ്റായിട്ടുള്ള കറക്റ്റായിട്ട് കഴിക്കാം. ഇനി നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് ഇത് അധികം സമയം എടുത്തിട്ടില്ലല്ലോ. വലിയൊരു പാനിൽ ചെയ്യണമെന്നേ ഉള്ളൂ. കുറച്ചുകൂടെ പരന്ന ഒരു പാത്രത്തിൽ ഒരുമിച്ച് 2-3 ഫിഷ് ഒരുമിച്ച് ഇട്ടിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പാല് ചേർത്താൽ മതി. ഇതിപ്പോ ഈ അളവിൽ നമ്മൾ എടുത്തത് 1/2 കിലോ ഫിഷാണ്, 3 എണ്ണം കിട്ടി. അപ്പൊ ഈ 3 പേർക്ക് ധാരാളം. അപ്പൊ ഇത് 2 പ്രാവശ്യം 1 കിലോ വാങ്ങുകയാണെങ്കിൽ 6. ഇപ്പൊ ക്രിസ്മസ് ഒക്കെ അല്ലേ, പാല് കുറുകിയത് ഒരു ബട്ടർ കൺസിസ്റ്റൻസിയിൽ വരും. അപ്പൊ അത് നമുക്ക് ഗ്രേവി ആയിട്ട് എടുക്കാം. ഇത് ഇച്ചിരി തിക്കാക്കി എടുക്കാം. അപ്പൊ ഈ സോസ് നമ്മളുടെ ഇഷ്ടം. ഈ കറിവേപ്പിലയും ഈ ഇതെല്ലാം തിരിച്ചിടുന്ന പ്ലാൻ ഉണ്ടോ? തിരിച്ചിടണ്ട. കാരണം അത് അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്ലേറ്റിംഗ് വരിക. ഫിഷിന്റെ ജ്യൂസ് ഇറങ്ങി വരുന്നത് കാണാൻ നമുക്ക്. ഇതാണ് ഫിഷിന്റെ ജ്യൂസ് തനിയെ വരുന്നത്. ഇപ്പൊ ഈ ഫിഷിന്റെ ആ ജ്യൂസ് ഇതാണ് കട്ടിനകത്ത് ഇറങ്ങി വരുന്നതാണ് ജ്യൂസ്. അപ്പൊ കറക്റ്റ് കുക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇതാണ് കൺസിസ്റ്റൻസി. ഇത്രയും മതി. എനിക്കിതോട് മതി. അപ്പൊ നമ്മൾ തീ ഓഫ് ചെയ്യാം. ഒരു ബട്ടറി കൺസിസ്റ്റൻസി ആയി. ഇനി തിരിച്ചിടുവൊന്നും വേണ്ട, തീ ഓഫ് ചെയ്യുന്നു.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ നമ്മുടെ ഇപ്പോൾ ക്രിസ്മസ് വരെയാണ്, നിങ്ങൾക്ക് നാളത്തേക്കാണ് ഉണ്ടാക്കണമെങ്കിൽ 1 കിലോ വാങ്ങിച്ചോളൂ. 6 മീൻ, 6 മെമ്പേഴ്സ് ആണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അല്ലെ അത്ര. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പാൻ ആണെങ്കിൽ ഇതിനകത്ത് 3 മീൻ ഒരുമിച്ച് ഒരു ഏകദേശം നമ്മളൊരു 5 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ടോ? ഇല്ല 5 to 7 minutes. 3 മിനിറ്റ് ഒരു 3 മിനിറ്റ് ഫിഷ് ഗ്രില്ല് ചെയ്യാനും മീൻ ഇട്ടിട്ട് പാലൊഴിച്ചിട്ട് കുറുക്കി എടുക്കാനായിട്ട് വഴറ്റി എടുക്കാനായിട്ട് 7 to 10 മിനിറ്റ്സിൽ. ഇതൊക്കെ ആർക്കെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇമ്പ്രസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഡിഷാണ്. അപ്പോൾ സാധാരണ ഒരു കറി പോലെ ഉണ്ടാക്കുകയല്ല, എന്നാൽ ഫ്രൈ ആണ്, എന്നാൽ കറിയാണ്, എന്നാൽ ഇത് രണ്ടും ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ഗസ്റ്റുകൾ അതിഥികളൊക്കെ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാക്കാനുള്ള സ്പെഷ്യൽ വിഭവമായിട്ട് ഇത് കരിമീൻ വെച്ച് ചെയ്യാം. അതുപോലെ വൈറ്റ് പോംഫ്രെറ്റ് അല്ലെങ്കിൽ ഏത് മീനായാലും ഈ ഒരു സൈസിൽ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഫുൾ ഫിഷ്. അപ്പോൾ നമുക്കത് പ്ലേറ്റ് ചെയ്യാം. ഷെഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലേറ്റിംഗ് ആണ്. കറക്റ്റ് ഫിഷ് കുക്കായി അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇതിങ്ങനെ വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സോസ് നമ്മൾ നന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അതിൻ്റെ കറി ലീവ്സ് ഒക്കെ ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ച് ഒരു സൈഡിൽ സോസ്. എനിക്ക് സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, കുക്ക് ചെയ്യാറുണ്ട്. എങ്കിലും ഞാൻ കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ അങ്ങനെ കഴിക്കുന്നത് കുറവാണ്. എനിക്ക് വേറെ ആരെങ്കിലും ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. അപ്പം ഇന്നിപ്പോൾ ഷെഫിൻ്റെ ഇത്രയും നല്ലൊരു അടിപൊളി ആയിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകും. ഇത് അപ്പമായിട്ട് കഴിക്കാം, ബ്രെഡുമായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ പൊറോട്ട, നമ്മുടെ നാടൻ പൊറോട്ടയായിട്ട് കഴിക്കാൻ പറ്റിയൊരു സോസാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ചൊരു ഫോറിനേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം. സോ ഗോഡ്സ് ഓൺ പോംഫ്രെറ്റ് റെഡിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയ ഡിഷാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഡിലീഷ്യസ് ഫിഷ് ഇവിടെ റെഡി. സാധാരണ ഞാനുണ്ടാക്കി നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാറുണ്ട്. പ്ലസ് ഞാൻ കഴിച്ച് കാണിക്കാറുണ്ട് കേട്ടോ ഷെഫ് അല്ലെങ്കിൽ. പക്ഷെ എന്തായാലും ഇന്ന് ഷെഫ് ഉണ്ടാക്കി തന്നെ കഴിക്കുമ്പോൾ കൂടുതൽ സന്തോഷം. കാര്യം എനിക്ക് പൊതുവെ ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ളവരുണ്ടാക്കുന്നതാണ് എൻ്റെ എല്ലാവരും പാചകിക്കുന്ന എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. പിന്നെ വേറൊരാളും കൂടി ഇവിടെ ഉണ്ട്, അനുമോളെ കൂടെ വിളിക്കാം. തീർച്ചയായിട്ടും അവര് നമുക്ക് സന്തോഷം. അനുമോള് നോൺ വെജ് ഇപ്പൊ കഴിക്കുന്നില്ല, വെജ് ആണ്. പക്ഷേ ഇത് ഷെഫ് ഉണ്ടാക്കിയ ഫിഷ് അല്ലേ? തീർച്ചയായിട്ടും ഞാൻ നിർബന്ധിക്കും. കഴിച്ചേ പറ്റും. ഇത് കഴിച്ചില്ലേ പിന്നെ എന്ത് കഴിക്കാം? ഇത് വൈറ്റ് പോംഫ്രെറ്റ് ആണ് എല്ലാവരുടെയും. അത് ബ്രെഡ് മാത്രം ഇപ്പൊ തൽക്കാലം നമ്മുടെ ഉള്ളൂ. ഞാൻ ഇന്ന് എത്തിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ബ്രെഡ് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അപ്പൊ അപ്പൊ ഇത് കഴിക്കുന്നതിന് ഒരു വിധമുണ്ട്. അതിന്റെ ഫ്ലഷ് ഇളക്കി അതിന്റെ സോസിൽ മുക്കി ഫ്ലഷ് ഇളക്കണം. ഫ്ലഷ് ഇളക്കണം. അതിന്റെ കറക്റ്റ് ആയിട്ട് കുക്ക് ആയിരിക്കണം. അതിന്റെ ആ സോസിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് അത് കഴിക്കാതെ ഫിഷ് കറക്റ്റ് ആയിട്ട് ആ ഒരു കുക്കിംഗ് ഒരുപാട് കുക്ക് ആവാതെ. അപ്പൊ ആ ഒരു വെരി നൈസ് ഫ്ലേവർ, ബ്യൂട്ടിഫുൾ ഫ്ലേവർ. എന്താ ടേസ്റ്റ് ഷെഫേ, അടിപൊളിയായിരിക്കണം, രക്ഷയില്ല. കാരണം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി. നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഞ്ചിയും കറിവേപ്പിലയും കുരുമുളകും തേങ്ങാപ്പാലും. അപ്പൊ വേറെ ഒന്നുമില്ല. അപ്പൊ ആ ഒരു 4 ഫ്ലേവർ വരുന്ന ഒരു സുഗന്ധം, ഭയങ്കര സുഗന്ധം തന്നെയാണിത്. ഭയങ്കര മതി പറഞ്ഞു കഴിക്കണം. ഇത് നിമിഷങ്ങൾ കൊണ്ട് തീർന്നു പോവും. ഇതാണ് അത്ര ടേസ്റ്റിയാണ്. വെരി വെരി ടേസ്റ്റി. ഷെഫിന്റെ മുഖത്ത് സന്തോഷം, നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് കഴിയുമ്പോൾ വെരി ടേസ്റ്റി. പെട്ടെന്ന് ഇത് കാരണം ഇതിന്റെ ആ ഒരു നമുക്ക് ഇപ്പൊ തന്നെ ഫിഷിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ആ ഫിഷ് വളരെ ജ്യൂസി ആയിട്ട് ഇരിക്കുന്നതിന്റെ തെളിവാണ്. കാരണം അതാണ് കറക്റ്റ് ഒരു ടെക്സ്ചർ. മീൻ ഗ്രില്ല്. അപ്പൊ മീനിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ ഇത് നമ്മളൊക്കെ ഒരുപാട് മൊരിച്ച് കഴിക്കുമ്പോൾ ആ മീനിന്റെ ജ്യൂസ് ഒക്കെ ഡ്രൈ ആയിട്ട് അങ്ങ് എണ്ണയിൽ വെരി നൈസ്. ഇത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ക്രിസ്മസ് അല്ല ന്യൂ ഇയറിനായാലും എപ്പോഴും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഈ മത്സ്യം കേരളത്തിലും ഇന്ത്യയിലും ഇപ്പൊ മേഡത്തിന് ഒരുപാട് ഫാൻസ് ഒക്കെ ഗൾഫ് നാടുകളുണ്ട്, അവിടെയൊക്കെ കിട്ടുന്ന മത്സ്യമാണ്. അപ്പൊ ഇത് നമ്മുടെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് UK, US എല്ലായിടത്തും ഉള്ള ആൾക്കാരുണ്ട്. ഈവൻ ന്യൂസിലാൻഡ്, അവർക്ക് എല്ലാവർക്കുമായിട്ടും നമ്മൾ ഇത് ഡെഡിക്കേറ്റ്. ഈ UK-ലോ യൂറോപ്പിലൊക്കെ ഉള്ളവർക്ക് ഈ ഫിഷിന്റെ ഓൾട്ടർനേറ്റീവ് അവിടെ കിട്ടിയില്ലെങ്കിൽ ഇത് സീ ബാസ് നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സീ ബ്രീ
ബ്രീം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം യു കെയിലും യൂറോപ്പിലൊക്കെ ഉള്ളവർക്ക് വൈറ്റ് പോംഫ്രെറ്റ് അവിടെ കിട്ടില്ല, ഇവിടുന്ന് അല്ലെങ്കിൽ ഫ്രോസൺ ഫിഷ് ആയിരിക്കും. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള സീ ബ്രീം, ഗിൽറ്റഡ് ബ്രീം എന്ന് പറഞ്ഞ ഫിഷ് സംതിങ് സിമിലർ ആണ്. അപ്പോൾ അത് ഇച്ചിരി വലിയ സൈസ് ആണെന്നേ ഉള്ളൂ, പക്ഷേ അതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേ രീതിയിൽ ചെയ്യാം അല്ലേ. അപ്പോൾ ഇതേ ടേസ്റ്റ് കിട്ടും. പിന്നെ കേരളത്തിലുള്ളവർക്ക് അറിയാലോ, എളുപ്പമാണ്, വെള്ള ആവോലി കിട്ടാൻ ഈസിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യണം. അപ്പോൾ അതുകൂടാണ്ട് എല്ലാവർക്കും വലിയൊരു ക്രിസ്മസ് ആശംസകൾ ഞങ്ങൾ നേരുകയാണ്. എല്ലാ പാചകം ഇഷ്ടപ്പെടുന്ന മലയാളികളായിട്ടുള്ള എല്ലാ കുടുംബങ്ങൾക്കും 1000 ക്രിസ്മസ് ആശംസകൾ. നിങ്ങൾക്ക് ഒരുപാട് നന്മ ഈ ക്രിസ്മസിനോടൊപ്പം വരട്ടെ. ന്യൂ ഇയർ ഗംഭീരമായിട്ട് ആഘോഷിക്കട്ടെ. അപ്പം മേഡത്തിൻ്റെ ഈ ഒരു പരിപാടിയിൽ ഭാഗമാക്കാൻ എന്നെ വിളിച്ചതിൽ താങ്ക് യു സോ മച്ച്. ഹാപ്പി ക്രിസ്മസ് ടു ഓൾ അവർ എന്താ പറയുക ഫാമിലി മെമ്പേഴ്സ്. അപ്പം അതിൻ്റെ ഒരു പാട്ടായിട്ട് വന്നതിൽ എൻ്റെ ഒരു സന്തോഷത്തോടെ അറിയിക്കാം. നമ്മുടെ ഫാമിലിയുടെ ഒരു മെമ്പർ ആയിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഒന്നുകൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ. അപ്പോൾ പുതുവർഷ പൂക്കളുടെ സുഗന്ധം നിങ്ങളുടെ ജീവിതം ആകെ നിറയട്ടെ. അതെ, താങ്ക് യു.